അസ്ർ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒരുപാട് നേരം ഒരു 4 റക്അത്തെങ്കിലും നിസ്കരിക്കേണ്ട സമയം സുജൂദിൽ നബി തങ്ങൾ കിടക്കുന്നത് കണ്ടപ്പോ ഒരു സ്വഹാബിയെങ്കിലും തലപൊക്കി നോക്കി, നബി തങ്ങൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഹബീബിനെ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടോ? ഹബീബിന് എന്തെങ്കിലും അപകടം പിണഞ്ഞിട്ടുണ്ടോ? ഹബീബ് അവിടെ തന്നെയുണ്ട്, മെഹ്റാബിൽ സുജൂദിൽ തന്നെ കിടന്നു. അതൊരു മുറാബിച്ചിന്റെ ജോലിയാണ്, ഒരു പട്ടാളക്കാരൻ ചെയ്യേണ്ട ദൗത്യമാണത്. സ്വഹാബി അവിടെ തന്നെ കിടന്നു. കുറെ നേരം കഴിഞ്ഞ് അല്ലാഹു അക്ബർ, നബി തങ്ങൾ അത്തഹിയാത്തിലേക്ക് വന്നു. അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ സ്വഹാബിമാർ ഒന്നാകെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളെ, ഖിഫ്നാ അലൈക്, നബിയെ ഞങ്ങൾക്ക് പേടിയായി, ഞങ്ങൾ പേടിച്ചുപോയി നബിയെ. നിസ്കാരത്തിനിടക്ക് അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങ് അല്ലാഹുലേക്ക് യാത്രയായോ? അങ്ങ് മരിച്ചുപോയോ? അങ്ങയെ ശത്രുക്കൾ വല്ലതും ചെയ്തു കളഞ്ഞോ എന്നൊക്കെ ഞങ്ങൾ വല്ലാതെ പേടിച്ചു നബിയെ. എന്തേ സുജൂദിൽ അങ്ങ് ഇങ്ങനെ കിടന്നത് എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ ഗുരു കൊടുത്ത മറുപടി, പിഞ്ചുമക്കളോട് നമ്മൾ എങ്ങനെ കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുവിന്റെ മറുപടി ശ്രദ്ധിക്കണേ സ്വഹാബികളെ. ഇന്നബിനി ഹാദാ ഇർതഹലനി, എന്റെ ഈ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, ഹബീബ നബിയുടെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മോൻ ഹസൻ എന്നവർ, ഇർതഹലനി, എന്റെ പെരടിയിൽ കയറിയിരുന്നു കളിക്കാൻ തുടങ്ങി. അവന്റെ കളി തീരുന്നതിന്റെ മുമ്പ് അവനെ ഇളക്കിമറിച്ച് എഴുന്നേൽക്കാൻ എനിക്ക് തോന്നിയില്ല. അവന്റെ കളി തീരുന്നവരെ ഞാൻ കാത്തിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ നിസ്കാരം നീണ്ടുപോയത്, സുജൂദ് നീണ്ടുപോയത് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ ഗുരുവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോഴേ ഹബീബായ തങ്ങളെ പിഞ്ചുമക്കളെ ഉമ്മ വെക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ അഖ്റഅ ഇബ്നു ഹാബിസ് എന്ന കാടൻ പ്രദേശത്ത് താമസിച്ചിരുന്ന അറാബിയായ മനുഷ്യൻ നബിയോട് ചോദിച്ചു, മുഹമ്മദ് നബിയേ, യാ റസൂലല്ലാഹ്, അതുഖബ്ബിലൂന അബ്നാഅകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉമ്മ വെക്കാറുണ്ടോ? തങ്ങൾ പറഞ്ഞു, അജൽ, അതെ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഉമ്മ വെക്കാറുണ്ട്, ഇതെന്റെ ഫാത്തിമയുടെ മക്കളാണ്. അഖ്റഅ ഇബ്നു ഹാബിസ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഇന്നലി അശ്റം മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട് നബിയേ, മാ ഖബ്ബൽതു മിൻഹും അഹദാ, ആ 10 മക്കളിൽ ഒരു കുട്ടിയെ പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പുണ്യ നബി കൊടുത്ത മറുപടി എന്താണ്? അവ അംലികു ഇന്നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, അഖ്റഅ ഇബ്നു ഹാബിസേ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാനാവും? ഇത് കരുണയാണ്. ഹബീബിന്റെ പുണ്യപ്രവാചകരുടെ പ്രിയപ്പെട്ട മോൻ മാരിയത്തുൽ ഖിബ്തിയ്യ ബീവിക്ക് ജനിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പിഞ്ചുമോൻ പുണ്യ നബിയുടെ ഹബീബിന്റെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെട്ടപ്പോ ഹബീബായ നബി തങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, സിദ്ദീഖ് തങ്ങൾ കൂടെയുണ്ട്. പുണ്യ നബി തങ്ങൾ തേങ്ങിക്കരയാൻ തുടങ്ങിയപ്പോ, മാ ഹാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ഇത്? അങ്ങ് കരയുകയോ? അവിടെ നിന്ന് പറഞ്ഞു, ഇന്നൽ ഐന ലതജ്മഅ വൽ ഖൽബ യഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. സഅദേ, കണ്ണുകൾ നനയും, ഹൃദയം തേങ്ങും, നമ്മൾ വ്യസനപ്പെടും, കുഞ്ഞു മരണപ്പെട്ടതിൽ സങ്കടപ്പെടും. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ, നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതൊന്നും നമ്മൾ പറയില്ല. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. മോനെ ഇബ്രാഹീമേ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കരുണയാണ്. തിൽക റഹ്മ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദി. അവിടുന്ന് കരഞ്ഞപ്പോ, കണ്ണുനീര് കണ്ടപ്പോ ഹബീബിന്റെ മറുപടി, ഇത് കരുണയാണ്, ഇത് കാരുണ്യമാണ്, ഇത് കരുണയാണ്. യുദ്ധ
യുദ്ധം നടക്കുന്ന ഭൂമികളിൽ നിന്ന് പിഞ്ചുമക്കൾ മുറിവേറ്റത് കാണുമ്പോൾ കണ്ണുകൾ നനയണം, കണ്ണുകൾ കരയണം, ഹൃദയങ്ങൾ വിങ്ങിപ്പൊട്ടണം. ഇത് കരുണയാണ്, ഇത് മനുഷ്യ സ്നേഹമാണ്, മനുഷ്യരോടുള്ള സ്നേഹമാണ്. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. അല്ലാഹുവിന്റെ അനുയായികളിൽ, പടച്ചവന്റെ അല്ലാഹുവിന്റെ ആശ്രിതരിൽ, മനുഷ്യരിൽ കരുണയുള്ളവരോട് മാത്രമേ അല്ലാഹു കരുണ ചെയ്യൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംസ്കാരം ലോകത്തിന് കൈമാറിയ ലോകത്തിന്റെ ഗുരുവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിഞ്ചുമക്കളോട്, പെണ്ണുങ്ങളോട്, വീട്ടുകാരോട്, സമൂഹത്തോട്, എല്ലാവരോടുമുള്ള അണുമുറിയാത്ത സ്നേഹത്തിന്റെ, ദയാവായ്പിന്റെ അണുമുറിയാത്ത കടലാണ്, മഹാസാഗരമാണ് നബിയെ അങ്ങ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.